ഫ്ലിപ്കാർട്ടിലും അല്ലെങ്കിൽ ആമസോണിലൊക്കെ സെല് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തതിന്റെ പ്രൊസീജിയറായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പോകും. ഓരോ സംശയങ്ങൾ ചേച്ചി പറഞ്ഞു തന്നാൽ ക്ലിയർ ആവുന്നുള്ള രീതിക്ക് ഓരോരുത്തർ ചോദിക്കുമ്പോൾ എനിക്ക് അതും ഹാപ്പിയാണ്. ഫ്ലിപ്കാർട്ടിലും ആമസോണിലും നമുക്ക് ഓർഡേഴ്സ് വരുന്നുണ്ട്, പക്ഷെ നമുക്ക് പിക്കപ്പ് ഇഷ്യൂ ഭയങ്കരമായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ ഷിക്കാസ് വേൾഡ് മലയാളം. അപ്പൊ കുറെ ആയി നമ്മളൊരു പുതിയ വീഡിയോ ചെയ്തിട്ടില്ലേ. അപ്പൊ കുറെ ഫ്രണ്ട്സ് എന്റെ അടുത്ത് പറയാറുണ്ട്, ചേച്ചി എന്താ വീഡിയോസ് ഇടാത്തതെന്ന്. പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. നമ്മളിപ്പോ മീഷോയിലും ഫ്ലിപ്കാർട്ടിലും അല്ലെങ്കിൽ ആമസോണിലൊക്കെ സെല് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തതിന്റെ പ്രൊസീജിയറായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പോകണ്ട. നമുക്ക് കിട്ടുന്ന കുറച്ച് സമയത്ത് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ വീഡിയോന്റെ കാര്യങ്ങൾ നോക്കാൻ തന്നെ സമയം ഉണ്ടാവില്ല. ഒന്നല്ല, നമ്മൾ ഇപ്പൊ ചെടിയിൽ നിന്ന് നമ്മൾ ക്ലോത്തിലേക്ക് മാറിയല്ലോ, അപ്പൊ അതിന്റെ ഫോട്ടോ എടുക്കല്, അത് എഡിറ്റ് ചെയ്യല്, ലിസ്റ്റ് ചെയ്യല്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് കേട്ടോ. അതിന്റെ ഒക്കെ പുറകിൽ എനിക്ക് കിട്ടുന്ന കുറച്ച് സമയം ഞാൻ ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി സ്പെൻഡ് ചെയ്തുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ എന്നെ പോലെ തന്നെ നിങ്ങളും ഒക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതിൽ എനിക്ക് കൺഫർമേഷൻ കിട്ടിയതുകൊണ്ട് എനിക്കതൊരു ഹാപ്പിയാണ്. പക്ഷെ ഞാനിങ്ങനെ റിസർച്ച് ചെയ്ത് പോകുന്ന പോലെ നിങ്ങൾ റിസർച്ച് ചെയ്ത് പോകുമല്ലോ, അപ്പൊ ആ കാര്യത്തിൽ നിങ്ങൾക്കൊക്കെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്നുള്ളൊരു കൺഫർമേഷനിൽ ഞാൻ പ്രത്യേകിച്ച് ഓരോ വീഡിയോസ് ആയിട്ട് ഇടേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു രീതിക്കാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോഴും എന്നാൽ പോലും ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലൊക്കെ കുറെ ഫ്രണ്ട്സ് ഓരോരോ സംശയങ്ങൾ ചേച്ചി പറഞ്ഞു തന്നാൽ ക്ലിയർ ആവുന്നുള്ള രീതിക്ക് ഓരോരുത്തർ ചോദിക്കുമ്പോൾ എനിക്ക് അതും ഹാപ്പിയാണ്. അപ്പൊ ഞാൻ കരുതി നിങ്ങളുടെ കമന്റ്സിനനുസരിച്ച് നിങ്ങൾക്ക് ഇനി നെക്സ്റ്റ് എന്തൊരു വീഡിയോ ആണ് വേണ്ടെന്നുള്ള രീതിക്ക് നിങ്ങളോട് ചോദിച്ചിട്ട് ഞാൻ അതിന്റെ വീഡിയോ ഇടാന്ന് വിചാരിച്ചു. ഇപ്പൊ ഞാനൊരു സെറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മീഷോയിൽ എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മൂവ് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പൊ കുറച്ച് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും നമുക്ക് ഓർഡേഴ്സ് വരുന്നുണ്ട്, പക്ഷെ നമുക്ക് പിക്കപ്പ് ഇഷ്യൂ ഭയങ്കരമായിട്ട് വരുന്നുണ്ട് കേട്ടോ. അത് ഫ്ലിപ്കാർട്ടില് എല്ലാ ഏരിയയും നമുക്ക് പിൻ കോഡ് അവൈലബിൾ അല്ല. അപ്പോൾ ഒരുപാട് പിക്കപ്പ് ഇഷ്യൂവിന്റെ ഒരു പ്രശ്നം കൊണ്ടൊക്കെ ഞാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് കൂടെ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഫ്ലിപ്കാർട്ടിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതും അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ വീഡിയോസ് ഇടുന്നുണ്ട്. ഞാൻ അത് ആലോചിക്കുന്നത് ഞാൻ ഒരിക്കൽ സക്സസ് ആവട്ടെ, ഞാൻ കുറച്ച് കാര്യങ്ങൾ പഠിച്ചെടുക്കട്ടെ, അതിനുശേഷം ഞാൻ അതിന്റെ ഒരു ജേർണി വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. കാരണം എനിക്ക് ഫെയിലിയർ ആവുന്ന കാര്യം ഞാൻ ഒരിക്കലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യില്ല. അപ്പൊ മീഷോ നമുക്ക് സക്സസ്ഫുൾ ആണ്, പക്ഷെ നമുക്ക് ഫ്ലിപ്കാർട്ടും ആമസോണും കുറച്ച് പെൻഡിങ്ങിൽ നിൽക്കാണ്. പക്ഷെ ഓർഡേഴ്സ് വരുന്നതിന്റെയോ ലിസ്റ്റിംഗ് ചെയ്യുന്നതിന്റെയോ അതിന്റെ ഒന്നും പ്രോബ്ലം അല്ല, അതൊക്കെ നമുക്ക് സെറ്റ് ആണ്, എല്ലാം ഓക്കെ ആണ്. പക്ഷെ നമുക്ക് വരുന്നത് പിക്കപ്പ് ഇഷ്യൂ ആണ് കേട്ടോ. അത് പിൻകോഡ് അവൈലബിലിറ്റി ഇല്ലാത്തതാണ്. അപ്പൊ ഞാനിപ്പോ സെല്ലർ സപ്പോർട്ടിനോടൊക്കെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്കും ഫ്ലിപ്കാർട്ടിലും ആമസോണിലും പോകാന്നുള്ള കാര്യങ്ങളൊക്കെ ഞാനിപ്പോ മനസ്സിലാക്കി ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അഡ്വാൻസ് സക്സസ് ആവുകയാണെങ്കിൽ ഞാൻ എന്തായാലും അതിന് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ കം ടു ദ പോയിന്റ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഐ മീൻ ലിസ്റ്റിംഗ് അങ്ങനെ ലിസ്റ്റ് ചെയ്യേണ്ടത് ഫ്ലിപ്കാർട്ട് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതോ ആമസോൺ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതോ ഇതൊക്കെ ഓൾറെഡി യൂട്യൂബിൽ ഉള്ളതാണ് കേട്ടോ. എന്നാലും എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വേണമെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ ലിസ്റ്റിംഗ് ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ലിസ്റ്റിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എനിക്ക് ഫ്ലിപ്കാർട്ടിലെ ഓർഡേഴ്സ് വരാനും തുടങ്ങിയിട്ട്. അപ്പോൾ ഈ ഒരു പിക്കപ്പ് ഇഷ്യൂ മാത്രമേ ഉള്ളൂ. ആമസോണിൽ ഞാൻ ലിസ്റ്റിംഗ് തുടങ്ങിയിട്ടില്ല ഗൈസ്. നമുക്ക് എന്താ പറയാ, മീഷോ ഫ്ലിപ്കാർട്ട് ആമസോൺ ഇത് മൂന്നും കൂടി ഒരുമിച്ച് ഒരിക്കലും കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ. കാരണം അത്രയ്ക്കും ബിസി ആയിരിക്കും നമ്മൾ. ഒരുപാട് നമുക്ക് സമയം ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാനിപ്പോ ചെയ്യുന്നത് മീഷോയിലും ഫ്ലിപ്കാർട്ടിലാണ് കേട്ടോ. ആമസോണിൽ ലിസ്റ്റിംഗ് ചെയ്തതാണ്, പക്ഷെ ഇച്ചിരി സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. കാരണം എനിക്ക് മൂന്നും കൂടി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഇങ്ങനത്തെ പ്രോബ്ലം ഒക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഞാൻ ഇതൊക്കെ ഒന്നും സെറ്റായി വരുന്ന സമയത്ത് ഞാൻ ഓരോന്നായിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവരും ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു ഹാപ്പി ആയിട്ട് പോകണമെന്ന് പറഞ്ഞാൽ സന്തോഷമുണ്ട്. അപ്പൊ റീസെന്റ് ആയിട്ട് നമ്മുടെ ഒരു കമന്റ് ബോക്സിൽ ഞാൻ കണ്ടതാണ്, ഒരു 1 മന്തിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 88 ഓർഡർ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് 2 ഓർഡർ റിട്ടേൺ വന്നിട്ടുണ്ടായിരുന്നു. ആ റിട്ടേൺ വന്നത് വളരെ എന്താ പറയാ, വേപ്പിന്റെ സ്മെല്ലൊക്കെ ആയിട്ട് റിട്ടേൺ വന്നു. അതോടെ ഞാൻ നിർത്തി എന്ന് പറഞ്ഞിട്ട് ഒരു സബ്സ്ക്രൈബർ കമന്റ് ബോക്സിൽ കണ്ടിട്ട് എനിക്ക് വല്ലാത്ത വിഷമമായി. കാരണം നമ്മള് മീഷോ അല്ല ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ഇപ്പൊ എവിടെയാണെങ്കിലും നമുക്ക് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുമല്ലോ. നമുക്ക് അങ്ങനെ ഇപ്പൊ ഇൻസ്റ്റയിൽ തന്നെ നമ്മൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ പോലും ചില കസ്റ്റമേഴ്സ് റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ ഫേസ് ചെയ്യണം. ഈ ഫ്ലിപ്കാർട്ടിനെ കുറിച്ചും മീഷോനെ കുറിച്ചും പറയുകയാണെങ്കിൽ നമുക്കിതിൽ സെല്ലർ സപ്പോർട്ട് അവൈലബിൾ ആണ്, കോൾ ബാക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഏതൊരു സമയത്തും ടിക്കറ്റ് റേസ് ചെയ്താൽ അവർ നമ്മൾ കോൾ ബാക്ക് ചെയ്ത് നമുക്ക് വേണ്ട പ്രശ്നങ്ങളൊക്കെ
വളരെ നീറ്റായിട്ട് നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് തരും കേട്ടോ. അത്രത്തോളം സെല്ലർ സപ്പോർട്ടും അല്ലെങ്കിൽ അത്രത്തോളം കണക്ടിവിറ്റി ആയിട്ട് സെല്ലറുമായിട്ട് ഈ ഒരു ഫ്ലിപ്കാർട്ടിനും ആമസോണും മീഷോയ്ക്കൊക്കെ ഉള്ളത്. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഭാഷയിൽ തന്നെ അവർ നമുക്ക് മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ, തമിഴിലാണെങ്കിൽ തമിഴിൽ, ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷിൽ നമുക്ക് നമ്മുടെ ഭാഷയിൽ തന്നെ വിളിച്ച് സെല്ലർ സപ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാർ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആലോചിച്ച് പേടിക്കണ്ട. ധൈര്യമായിട്ട് ബിസിനസ് തുടങ്ങുക. എല്ലാ കാര്യങ്ങളും നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ തുടങ്ങുക. പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കുറച്ച് ഇന്ററാക്ഷൻ വരുമ്പോൾ പെട്ടെന്ന് അത് വിട്ടിട്ട് ഓർഡർ എന്ന് വിചാരിക്കരുത് കേട്ടോ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ബിസിനസ് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റില്ല. അപ്പൊ എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ കണ്ട് ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പൊ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം നെക്സ്റ്റ് എന്ത് വീഡിയോ വേണ്ടെന്നുള്ളത് കമന്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. അപ്പൊ സ്റ്റേ ട്യൂൺഡ് ആയിരിക്കും കേട്ടോ. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.